ജീവിതത്തിൽ ചെയ്തു കൂട്ടിയിരിക്കുന്ന ചെറിയ പാപങ്ങൾ പൊറുക്കാറുള്ള മൂന്നാമത്തെ വഴി എന്തെന്നറിയുമോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തവല്ലഅ ഫഅഹ്സനൽ ഉളൂഅ ഖറജത് ഖതായാഹു മിൻ ജസദിഹി ഹത്താ തഖറുജ മിൻ തഹതി അൽഫാരിഹി. എളുപ്പത്തിൽ പാപങ്ങൾ പൊറുക്കാനുള്ള മൂന്നാമത്തെ വഴി എന്തെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞിരിക്കുന്നു, ആരെങ്കിലും വുളൂ ചെയ്യുകയും ആ വുളൂ ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യുകയും ചെയ്താൽ അവന്റെ ശരീരത്തിൽ നിന്ന് പാപങ്ങൾ പുറത്തു പോകും. എത്രത്തോളമെന്നാൽ പാപങ്ങൾ അവന്റെ നഖങ്ങൾക്ക് അടിയിലൂടെ പുറത്തേക്ക് കടന്നു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഉസ്മാൻ തങ്ങളാണ് പറഞ്ഞു തരുന്നത്. മഹാനവറുകൾ പറയുകയാ, മൻ തവല്ലഅ ഫഅഹ്സനൽ ഉളൂഅ, ആരെങ്കിലും ഒന്നുവെടുത്താൽ എന്നല്ല, കേക്കടാ ചെറുപ്പക്കാരാ, കേൾക്കു പെങ്ങളെ, ആരെങ്കിലും ഉളുവെടുത്താൽ എന്നല്ല, അവിടെന്ന് പറയുന്നു ആരെങ്കിലും നല്ലതുപോലെ ഉളുവെടുത്താൽ. ഒളുവെടുത്താൽ എന്നല്ല പറഞ്ഞേ, ഒളുവെടുത്തു കഴിഞ്ഞാൽ അവന്റെ പാപം പൊറുക്കൂന്നല്ല, നല്ലതുപോലെ ഒളുവെടുത്താൽ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അവിടെ ഒരു വിശദീകരണമുണ്ട്. ഒളുവെടുക്കാന്ന് പറഞ്ഞ കണ്ടിട്ടുണ്ട് ഇന്നത്തെ ചെറുപ്പക്കാർ ഒളുവെടുപ്പ്. മഗ്രിബിന്റെ ഉസ്താദ് അത്തഹിയ്യാത്തിലിരിക്കുക, പള്ളിയിലെ ഖത്തീബ് ഉസ്താദ് അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. സിദ്ദീഖ് ദാരിമി ഉസ്താദ് പുതിയ ആളല്ല, അൽഹംദുലില്ലാഹ്, അല്ലാഹു ആ ശബ്ദം നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഇസ്മായിൽ ദാരിമി ഉസ്താദ്, സിദ്ദീഖ് ദാരിമി ഉസ്താദ് മഗ്രിബിന്റെ അത്തഹിയ്യാത്തിലിരിക്കുക. ഓടി ഗേറ്റിന്റെ അവിടെ വന്നപ്പോഴത്തേക്ക് രണ്ടാമത്തെ അത്തഹിയ്യാത്തിൽ ഉസ്താദ് മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റു. ഇവ ഓടി വന്ന് ചെരുപ്പൊക്കെ ഒന്ന് തുറന്ന് ഹൗദിന്റെ കരയിലെത്തിയപ്പോൾ ഉസ്താദ് അത്തഹിയ്യാത്തിലായി. ഉടനെ ഒതുവെടുക്കാൻ തുടങ്ങി. പടച്ചവനെ 3 വട്ടം കൈ കഴുകണം, വാവഴിക്കണം. ഇവൻ അങ്ങനൊന്നുമല്ല, പെട്ടെന്ന് അങ്ങോട്ട് എല്ലാം കൂടെ ഒറ്റയടിക്കുക. ഹൗദിനകത്തോട്ട് അങ്ങോട്ടിട്ട് കഴുകിയിട്ട് കൈ വെള്ളം കോരി മുട്ടുൾപ്പെടെ കഴുകണമെന്ന. ഓൻ കഴുകാനൊന്നും നിൽക്കത്തില്ല, ഒരൊറ്റ മുക്കല, 3 എണ്ണം ഒറ്റ മുക്കൽ, സ്പീഡില ഒറ്റ മുക്കല്. ഇവിടെ 3 മുക്കല്, 3 തടകല് കഴിഞ്ഞു. അസ്സലാമു അലൈക്കും. ഓടി പള്ളിക്കത്ത് കയറി അസ്സലാമു അലൈക്കും കഴിഞ്ഞു. നമസ്കാരം. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഇതാ ഈ ഒതുവെടുക്കുന്നവൻ സ്വർഗത്തിൽ പോകോ നരകത്തിൽ പോവോ? പറ. ഇങ്ങനെ ഒതുവെടുത്തവൻ സ്വർഗത്തിൽ പോകോ നരകത്തിൽ പോവോ? ഉറക്കെ പറ. എവിടെ പോവും? പറയട ചങ്ങാതി. കണ്ടിട്ടില്ലേ? ഇങ്ങനത്തെ ഒതുവെടുപ്പ് കണ്ടിട്ടില്ലേ? ഇവൻ നരകത്തിലേ പോകത്തുള്ളൂ. അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ടാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ആ ഒതുവെടുപ്പല്ല, ആ ഒതുവെടുപ്പല്ല. നീ ഇപ്പൊ പള്ളിയിലേക്ക് കടന്നു, നേരത്തെ വരണം. എന്തിനാ ബാങ്ക് വിളിച്ചിട്ട് 15 മിനിറ്റ് വെച്ചിരിക്കുന്നത്? എന്തിനാ? നേരത്തെ കാലത്തെ വന്ന് ജമാഅത്തിൽ കൂടാനാ? നീ കടയ്ക്കകത്തിരിക്കും, പോട്ടെ പോട്ടെ പോട്ടെ, തീരട്ടെ തീരട്ടെ. ഉസ്താദ് ഓടി ചാടി ഇങ്ങോട്ട് വന്നിട്ട്. എന്റെ പൊന്നു സഹോദരങ്ങളോട് ഞാൻ പറയുക, കളിയല്ല ഒളുവെടുക്കൽ, കളിയല്ല, നാശമാ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഒളുവിനോട് കളിക്കരുത്. ഒളുവെടുക്കുന്ന സമയം നീ നല്ലതുപോലെ സൂക്ഷിക്കണം. കളിയല്ല, നിനക്ക് തമാശ കാണിക്കേണ്ട കാര്യമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ തമാശ പറഞ്ഞതല്ല. ഇന്നത്തെ ചെറുപ്പക്കാരെ നിങ്ങളെ കളിയാക്കിയതല്ലടാ, നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാ. മോനെ, നീ നശിച്ചു പോകുന്നത് കാണാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാ. അതാ മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ഒളിവെടുക്കുകയാണ്. ഒളിവെടുക്കുന്ന സമയത്ത് കരയുകയാ. സാധാരണ കരച്ചലല്ല, ശരീരത്തിന്റെ നിറമങ്ങ് മാറുകയാണ്. ശരീരത്തിന്റെ നിറമങ്ങ് മാറുകയാണ്. നിറം മാറിപ്പോകുന്ന രീതിയിൽ കിടന്ന് നിലവിളിക്കുകയാണ്. അല്ലാഹുവേ, എല്ലാവരും ചോദിച്ചു, എന്തിനാ തങ്ങളെ കരയുന്നത്? ഒളിവെടുക്കുന്ന സമയം കരയുന്നത് എന്തിനാ? അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? മോനെ, ഒളിവെടുക്കുന്നത് അല്ലാഹനെ കാണാനാ.
ഒന്നുവെടുക്കുന്നത് അല്ലാഹുവെ കാണാനാ. പെങ്ങളെ, ഒന്നുവെടുക്കുന്നത് പടച്ചവനെ കാണാനാ. പൊന്നുമോള്, ആ ഓർമ്മയാ നിനക്ക് വേണ്ടത്, ആ ഓർമ്മയാ നിനക്ക് വേണ്ടത്. അതുകൊണ്ട് ഒന്നുവെടുക്കുന്ന സമയത്ത് നിങ്ങളെ സൂക്ഷ്മത പുലർത്തല്. ഇമാം ഗസാലി തങ്ങൾ പറയുകയാണ്, ഈമാനുള്ളവനെ കാണണോ താടിയിലല്ല, തടമ്പിലല്ല, തൊപ്പിയിലല്ല, പ്രസംഗത്തിലല്ല, ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലല്ല. മോനെ, ഈമാനുള്ള ഒരു മനുഷ്യനെ കാണണോ, ഈമാനുള്ള ഒരാളെ കാണണോ. പടച്ചവനെ, നന്ദാവര പള്ളിയിൽ ഉളുവെടുക്കുന്ന സ്ഥലത്ത് പോയാ മതിയടാ. ഈമാനുള്ള ഒരുത്തനെ കാണണമെങ്കിൽ പടച്ചവനെ, നന്ദാവര പള്ളിയിൽ ഉളുവെടുക്കുന്ന സ്ഥലത്ത് പോയി ഒരു 5 മിനിറ്റ് നിൽക്കാൻ കഴിയുമോ? അവിടെ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യർ സമാധാനത്തോടെ ഉളുവെടുക്കുന്നത് കണ്ടാ അവൻ ഈമാനുള്ളതിന്റെ അടയാളമാ, അവൻ ഈമാനുള്ളതിന്റെ അടയാളമാ. അല്ലാതെ പായിൽ ഒരച്ചൊരച്ച് തഴമ്പുണ്ടാക്കുന്നത് അടയാളമല്ല. ഞാൻ അടയാളത്തെ കളിയാക്കിയതല്ല. പഠിച്ചവനെ, അങ്ങനെ നിസ്കാരത്തടമ്പുള്ള എത്രയോ പേര് മോശമായി നടക്കുന്നവരുണ്ട്. ഹജ്ജിന് പോയിട്ട് വന്നിട്ട് മോശത്തരം കാണിക്കുന്നവരുണ്ട്. ഫർദ് ധരിച്ചുകൊണ്ട് ചെയ്യുന്നവരുണ്ട്, താടി വളർത്തിയിട്ട് ചെയ്യുന്നവരുണ്ട്, ചുപ്പയും തൊപ്പിയും ധരിച്ചിട്ട് ചെയ്യുന്നവരുണ്ട്, പ്രസംഗിച്ചിട്ട് അതിന് എതിര് പ്രവർത്തിക്കുന്നവരുണ്ട്. അതുകൊണ്ടാ പറഞ്ഞത്, ഈമാനുള്ളവൻ അടയാളമുണ്ട്, ഈമാനുള്ളവൻ അടയാളമുണ്ട്. സമാധാനത്തോടുകൂടി ഉളവെടുക്കുന്നത് കണ്ടാൽ, സമാധാനത്തോടുകൂടി ഉളവെടുക്കുന്നത് കണ്ടാൽ അവൻ ഈമാനുള്ളതിന്റെ അടയാളമാണെന്ന് ഇമാം ഗസാലി തങ്ങൾ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എങ്ങനെ ഉളവെടുത്ത? സമാധാനത്തോടെ. പറയുമ്പോ രണ്ടും പറയണം. അള്ളാഹുവെ, പള്ളിയിലെ മുഅദ്ദിൻ ഇഖാമത്ത് കൊടുത്തപ്പോ ചിലർ ഉളുവെടുക്കാൻ നിന്നതാ, നിസ്കാരം കഴിഞ്ഞാലും ചിലർ ഉളുവെടുത്ത് തീരാറില്ല. ആ ഉളുവല്ല, അള്ളാഹ് കാക്കുമാറാകട്ടെ. അങ്ങനെ ഒരു വിഭാഗമുണ്ട്. ഉസ്താദ് ഇഖാമത്ത് കൊടുത്തു, മുഅദ്ദിൻ ഇഖാമത്ത് കൊടുത്ത്, ഇമാമ നിസ്കാരം തുടങ്ങി അത്തഹിയ്യാത്തിലെത്തി, അപ്പോഴും ഹൗദിന്റെ കരയിൽ ഇങ്ങനെ ഇരിക്കുന്നവരുണ്ട്. ആ ഉളുവെടുപ്പല്ല, അത് വസ്വാസിൽ ഖന്നാസ്. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹ് കാക്കുമാറാകട്ടെ. ഓനെ ആ ഹൗദിന്റെ ചവിട്ടി തന്നെ കിട്ടേക്കാൻ തോന്നും, അവിടെ തന്നെ അങ്ങ് കബറടക്കാൻ തോന്നും. അങ്ങനത്തെ എടുപ്പാ. ഇരുന്നുകൊണ്ട് പടച്ചവനെ ഇങ്ങനെ, അള്ളാഹുവേ, വസ്വാസ് വല്ലാതെ പിടിപെടുന്ന കാലം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒളുവെടുക്ക്, നല്ലതുപോലെ ഒളുവെടുക്ക്. എന്തിനാ ഇങ്ങനെ വെപ്രാളം കാണിക്കുന്നത്? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒളുവെടുക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം, നിന്നെ അള്ളാഹ് സ്നേഹിക്കും. 5 പ്രതിഫലമായി എണ്ണി പറഞ്ഞത്. 1, അള്ളാഹ് നിന്നെ സ്നേഹിക്കും, അള്ളാഹു നിന്നെ സ്നേഹിക്കും. അള്ളാഹു സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്റെ പേരെഴുതി വെക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്ത് ചെയ്താല്? നിസ്കരിച്ചാലല്ല, പള്ളി കെട്ടിക്കൊടുത്താലല്ല, ഒളുവെടുക്കുമ്പോ നല്ലതുപോലെ എടുത്താൽ. ഒളുവെടുക്കുന്ന സമയത്ത് നല്ലതുപോലെ ഒളുവെടുത്താൽ അള്ളാഹു സ്നേഹിച്ചവരുടെ കൂട്ടത്തിൽ നിന്റെ പേരെഴുതും. 2, നിന്റെ റിസ്കിൽ അള്ളാഹു വിശാലത നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പട്ടിണി കിടക്കുന്നുള്ള പേടി വേണ്ട, പട്ടിണി കിടക്കുമെന്നുള്ള ഭയം നിനക്ക് വേണ്ട. നിനക്ക് മരിക്കുന്ന കാലം അൽഹംദുലില്ലാഹ് അള്ളാഹു നിന്റെ ഭക്ഷണത്തിൽ വിശാലത നൽകും, അള്ളാഹു നിന്റെ റിസ്കിൽ വിശാലത നൽകും. മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, നിന്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറും. എന്തിനിറങ്ങിയാലും തടസ്സം, അല്ലേ? എന്തിനിറങ്ങിയാലും തടസ്സം എന്ന് പറയുന്നവരുണ്ട്. നിന്റെ തടസ്സം മാറും. നല്ല രീതിയിൽ ഉളവെടുത്ത ഒരു മനുഷ്യന് അള്ളാഹ് കൊടുക്കുന്ന 3ാമത്തെ പ്രതിഫലം, അവന്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറും. 4, അള്ളാഹുവിന്റെ മലക്കുകൾ നിന്നെ ഇഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അള്ളാഹുടെ മലക്ക് നിന്നെ സ്നേഹിക്കും. കൂടെ കടന്ന ആമിനെ സ്നേഹിച്ചില്ലെങ്കിലും, കൂടെ കടന്ന ആമിനെ നിന്നെ സഹിച്ചരിച്ചില്ലെങ്കിലും, നിന്റെ മക്കള് നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും, അള്ളാഹുവിന്റെ മലക്കുകൾ നിന്നെ സ്നേഹിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. 5ാമത്തെ കാര്യം, നിന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. നിന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും ഒളുവെടുത്താൽ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മോനെ, തമാശയല്ലടാ, കളിയല്ലടാ, ഈമാൻ വരെ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു തരികയാ, ഈ എളുപ്പത്തിൽ പാപം പൊറുക്കാനുള്ള വഴി എന്തെന്നറിയുമോ? സൂക്ഷ്മതയോടുകൂടി ഒളുവെടുത്താൽ അവന്റെ പാപം അല്ലാഹു പൊറുക്കുകയാണ്. ഏതുപോലെ എന്നറിയുമോ? ഏതുപോലെ എന്നറിയുമോ? അതാ കൈ കഴുകി കഴിയുമ്പോൾ, അതാ വെള്ളം നിന്റെ നഖത്തിന്റെ മുകളിലൂടെ താഴേക്ക് വീഴുമ്പോ
ആ തുള്ളിയിലൂടെ നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇമാം ബുഖാരി തങ്ങൾ ഒരു ഹദീസ് ഉണ്ട്. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിന് വുളു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയാണ് വുളു എടുക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു, സഹാബാ, ഞാൻ കാണിച്ചു തന്നതുപോലെ നിങ്ങൾ ആരെങ്കിലും വുളുവെടുത്താ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അതുകൊണ്ട് 11:30 വിശദീകരിക്കുന്നില്ല. പടച്ചവനെ, മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഒന്ന്, ബാങ്ക് വിളിക്കട്, അല്ലെങ്കിൽ ബാങ്ക് വിളിക്കുന്നതിന്റെ കൂടെ ജവാബ് പറയട്. 2, ഷഹാദത്ത് കലിമ പറയുമ്പോ ആ പറഞ്ഞു തന്ന ദുആ നീ ചെയ്യട്. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? സൂക്ഷ്മതയോടുകൂടി ഉളവെടുക്കണേ. നാലാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ തവല്ലഅ വഉദൂഇ ഹദാ സുമ്മ ഖാമ ഫറകഅ റകഅതൈൻ ലാ യുഹദ്ദിസു ഫീഹിമാ നഫ്സുഹു ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ,